ഒമാനിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾക്ക് 55 ദിവസമാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. WPS-ൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ തൊഴിലാളികളുടെ ശമ്പളം നിശ്ചിത ദിവസത്തിനുള്ളിൽ തൊഴിലുടമ ബാങ്ക് വഴി നൽകണം. രാജ്യത്തെ സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം WPS സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. തൊഴിലുടമ കൃത്യമായി ശമ്പളം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. UAE-യിലടക്കം ഇതേ സംവിധാനം നിലവിലുണ്ട്. കഫറ്റീരിയകളിലും ഗ്രോസറികളിലും സലൂണുകളിലും അടക്കമുള്ള ചെറുകിട സ്ഥാപനങ്ങളിൽ കൂടി ശമ്പള സുരക്ഷ ഉറപ്പാക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. WPS വഴി ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് 50 റിയാലാണ് പിഴ. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകുകയും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യും. പിന്നീടാണ് പിഴ ചുമത്തുക. തെറ്റ് ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയാക്കും. തൊഴിലാളികളുടെ വേതനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം വരുത്തണമെങ്കിൽ തൊഴിലുടമ തൊഴിൽ മന്ത്രാലയവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ പുതുക്കണമെന്നും നിർദ്ദേശമുണ്ട്. 30 ദിവസം പൂർത്തിയാക്കാത്ത പുതിയ തൊഴിലാളികൾ, ശമ്പളമില്ലാത്ത അവധിയിൽ പോകുന്ന തൊഴിലാളികൾ എന്നിവരുടെ ശമ്പളം WPS വഴി നൽകണമെന്നില്ല. കഴിഞ്ഞ വർഷം തൊഴിൽ മന്ത്രാലയത്തിന് ലഭിച്ച 24,000 പരാതികളിൽ 13,000 പരാതികളും ശമ്പളവുമായി ബന്ധപ്പെട്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.